അമ്മ പോവാണോ? ആ, ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം. നിനക്കെന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട, മോക്ക് ചെറിയ പനിയുണ്ട്. ഞാൻ എന്തായാലും ക്ലാസ്സിന് പോകുന്നില്ല എന്ന് വെച്ച് ഞാൻ അടുക്കളയിൽ ഉണ്ടാവും അമ്മ വിചാരിക്കണ്ട. ആ, പ്രതിഭയെ സഹായിക്കാൻ അമ്മ പോയിട്ട് വേഗം വരണം. ഞാൻ എപ്പോ വരണമെന്ന് നീ തീരുമാനിക്കണ്ട. നീ കൊച്ചിനെ നോക്കി മുറി ഇരുന്നാ മതി, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ആ, നോക്കിയാ മതി. അവസാനം പ്രതിഭ എല്ലാ ജോലിയും ചെയ്യിച്ച് കഷ്ടപ്പെടുത്തിയെന്ന് പറയിക്കരുത്. ഓ, സുശീലേ, വിരോധമില്ലെങ്കിൽ ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ അടുക്കളയിലെ കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം. കുട്ടികൾ വെറുതെ ബുദ്ധിമുട്ടുണ്ടല്ലോ. ആ, അവര് കുറച്ച് ബുദ്ധിമുട്ടിട്ടെന്നേ. നാളെ അവരല്ലേ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. എപ്പോഴും സഹായി വെക്കാൻ പറ്റൂ. അനു ഓണത്തിന് മുമ്പ് ഇങ്ങോട്ട് വരാമെന്നും പറഞ്ഞ് നിൽക്കുക. ഞാൻ വേണമെങ്കിൽ അവൾ ഇന്ന് തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാം. അവളിങ്ങോട്ട് വന്നാ പ്രതിഭയ്ക്ക് അധികം കഷ്ടപ്പെടേണ്ടി വരില്ല. ആ, എന്നാ പിന്നെ നീ പോയി അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ ഇന്ദ്ര. ഞാൻ വിചാരിച്ച അവൾ ഇനി ഇങ്ങോട്ട് വരത്തേയില്ലെന്നാ. അങ്ങനെ അവൾക്ക് വരാതിരിക്കാൻ പറ്റുമോ? അച്ഛനിപ്പോ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ പിന്നെ ഞാനും ഇനി അവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അവളോട് എനിക്കിപ്പോ പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല. ഇന്ന് തന്നെ അവളും വെച്ചുമോൻ ഇങ്ങോട്ട് വന്ന അത്രയും സന്തോഷം. ആ, പിന്നെ ഓണത്തിന് മാഷിനെയും കൂടി ഇങ്ങോട്ട് ക്ഷണിക്കുന്ന കാര്യം നീ മറക്കണ്ട. വേണമെങ്കിൽ ഞാനും കൂടി മാഷിനോട് വിളിച്ചു പറയാം. നോക്കട്ടെ, ഞാൻ പറഞ്ഞു നോക്കാം. അദ്ദേഹം ഇത്തവണ പഞ്ചരത്നത്തിലേക്ക് പോകുന്നില്ലെങ്കിൽ ഇങ്ങോട്ട് വന്നേക്കും. ശരി, എന്നാ ഞാൻ ഇപ്പൊ തന്നെ പോയി അനുവിനെ വിളിച്ചോണ്ട് വരാം. എന്നിട്ടേ ഞാൻ ഷോപ്പിൽ പോകുന്നുള്ളൂ. ആ, അല്ല ഇന്ദ്ര, ഞാനും വരുന്നു. നീ എന്നെ ആ അമ്പലത്തിന്റെ അവിടം വരെ ഒന്ന് വിട്ടാ മതി. വെറുതെ ഓട്ടോക്കാശ് കളയണ്ടല്ലോ. നടക്ക്. എപ്പോഴത്തെയും പോലെ ഇത്തവണയും അച്ഛന്റെ ഒപ്പം ഓണം ആഘോഷിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അച്ഛനും രഘുവേട്ടനും പഞ്ചരത്നത്തിലേക്ക് പോവുകയാണെങ്കിൽ ഞാനും ഇന്ദ്രേട്ടനും തിരുവോണ ദിവസം ഉറപ്പായിട്ടും അങ്ങോട്ട് വരും. അച്ഛാ, അതുവരെ ഞാൻ ഇന്ദ്രേട്ടന്റെ വീട്ടിൽ നിന്നാ അവിടത്തെ അച്ഛന് അതൊരു സന്തോഷമാവില്ലേ? അതുകൊണ്ടാ ഞാൻ പോവാന്ന് വെച്ചത്. മോളവിടെ ഉണ്ടാവുന്നത് ശേഖരൻ എന്തായാലും വലിയ സന്തോഷമായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാ. അതിലുപരി ആ സന്തോഷം കാണാനുള്ള മോളുടെ ആഗ്രഹവും അച്ഛന് മനസ്സിലാവും. ശരിയാ അച്ഛാ. ഭാര്യയും മക്കളും പേരക്കുട്ടികളും ഒക്കെ ഉണ്ടായിട്ടും ഒരു അനാഥനെ പോലെ കഴിയേണ്ടി വന്ന ആ മനുഷ്യന് കുറച്ചു ദിവസത്തേക്കാണെങ്കിലും ഒരു ജീവിതം കിട്ടിയതല്ലേ? അതിനെ അറിഞ്ഞോ അറിയാതെയോ നിമിത്തമായതിൽ എനിക്ക് വലിയ അഭിമാനം, സന്തോഷമുണ്ട്. ശരിയാ മാഷേ. അനുമോളും കൂടെ അവിടെ ഉണ്ടെങ്കിലേ ശേഖരന് കിട്ടിയ ഈ ജീവിതം പൂർണ്ണമാകും. അനുവും വിച്ചുമോനും അങ്ങോട്ട് പോകണമെന്ന് തന്നെയാ ഭാനുമേ ഞാൻ ആഗ്രഹിച്ചത്. ഞാനത് പറഞ്ഞില്ല എന്ന് മാത്രം. മോള് തിരുവോണത്തിന്റെ അന്ന് എന്തായാലും അവിടെ തന്നെ ഉണ്ടാവണം. നമ്മള് അച്ഛനും മക്കളും ഒരുപാട് ഓണമൊക്കെ ആഘോഷിച്ചല്ലേ. ദൈവം സഹായിച്ച ഇനിയും അതിന് സാധിക്കും. അതുപോലെയല്ലല്ലോ ശേഖരന്റെ കാര്യം. ഈ തിരുവോണം കഴിഞ്ഞ അയാൾക്ക് സ്വന്തം കുടുംബത്തെ ഉപേക്ഷിച്ച് തിരിച്ചു പോണം. ജയിലിൽ കിടക്കുന്ന പ്രതിയാണെങ്കിൽ പോലും ശിക്ഷ കഴിഞ്ഞ വീട്ടിലേക്ക് തിരിച്ചു വരാം. ആ ഒരു പ്രതീക്ഷ പോലും ശേഖരനില്ലല്ലോ മോളെ. അതുകൊണ്ട് ഈ തിരുവോണം മോള് ആ മനുഷ്യന് വേണ്ടി മാറ്റിവെക്കണം.
അച്ഛൻ അതാണ് സന്തോഷം. ആ വിച്ചുമോന്റെ അച്ഛൻ വന്നെന്ന് തോന്നുന്നു. വാ മക്കളെ. അച്ഛാ, ഇന്ദ്രേട്ടൻ എന്നെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് കടയിൽ പോകാനുള്ളതാ. ഞാൻ ഇറങ്ങട്ടെ. ഞാനും അങ്ങോട്ട് വന്നേക്കാം. ആ വിച്ചുമനെ വാടാ വാടാ വാടാ. അച്ഛന്റെ മോൻ വാ. കേറുവാ ഇന്ദ്ര. വാ. ഇല്ല മനുവെ, കേറുന്നില്ല. പോയിട്ട് അത്യാവശ്യം ആണോ? അനുവിനെ വിളിച്ചിട്ട് പെട്ടെന്ന് പോണം. ഓ ആ അച്ഛാ. ഇന്ദിരാ, അച്ഛാ, ഇപ്പൊ തൽക്കാലം അനു അങ്ങോട്ട് വരുന്നേ ഉള്ളൂ. അച്ഛൻ എപ്പോ വിളിച്ചാലും ഞാൻ ഇവരെ ഇവിടെ കൊണ്ടുവന്നാക്കാം. അത് വേണ്ടി വരില്ല ഇന്ദിര. രഘു അമ്പിളിയും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞങ്ങൾ ചിലപ്പോ മക്കളെല്ലാം കൂടി കൂട്ടി പഞ്ചരത്നത്തിലേക്ക് ഒന്ന് പോകും. ഓണായിട്ട് അവിടെ അടച്ചിട്ടുണ്ടല്ലോ. ആ അച്ഛൻ ഇവിടെ നിൽക്കുന്നല്ലേ ഉള്ളൂ. അച്ഛന്റെ മോനെ, മനസ്സ് മുഴുവൻ പഞ്ചരത്നത്തിലല്ലേ. ആ അച്ഛൻ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ തിരുവോണത്തിന് ഞങ്ങൾ അങ്ങോട്ട് വരാം. അതല്ല, ഇവിടെ ആണെങ്കിൽ അമ്മ ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താ മോനെ? ഈ തിരുവോണം എല്ലാവർക്കും അവിടെ ആഘോഷിക്കാന്ന്. അമ്മ അങ്ങനെ ഒരു കാര്യം പറയുമെന്ന് ഞാനും തീരെ പ്രതീക്ഷയല്ല. സൂക്ഷിക്കണം മാഷേ. ശേഖരനെ സുശീല അന്ന് വരെ സഹിക്കാൻ തീരുമാനിച്ചത് മാഷ് പറഞ്ഞിട്ടാണല്ലോ. അങ്ങോട്ട് വിളിച്ചതേ ഓണത്തിന് എന്തെങ്കിലും പണി തരാനായിരിക്കും എന്നാ എനിക്ക് തോന്നുന്നത്. അല്ലാതെ സുശീല അനന്തം മാഷെ തിരുവോണത്തിന് ക്ഷണിക്കൂന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മനുഷ്യന്റെ മനസ്സല്ലേ ഭാനുമേ, അതെപ്പോഴും ഒരുപോലെ തന്നെ ആയിരിക്കണമെന്നില്ല. സുശീല ശേഖരനോട് ഇങ്ങനൊരു ദയ കാണിച്ചത് എന്റെ വാക്ക് മാനിച്ച് മാത്രമാണെന്ന് നിങ്ങൾക്ക് ആർക്കും തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. അതിന് മറ്റ് പല കാരണങ്ങളുണ്ടാവും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അനുഭവത്തിലൂടെ ഉണ്ടായ തിരിച്ചറിവായിരിക്കും. ശേഖരൻ തിരിച്ചു വന്നതിന് ശേഷം സുശീല അയാളോട് കാണിക്കാത്ത ക്രൂരതകളില്ല.